ഈശ്വരൻ നമ്പൂതിരിക്ക് പോറ്റിയായി കിട്ടിയതിൻ്റെ കഥ നമ്മളിപ്പോൾ വീഡിയോസ് ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ശബ്ദം ഞങ്ങൾ ഇന്ന് പുറത്ത് വിടുന്നുണ്ട്. അപ്പോൾ അത് അറിയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഈശ്വരൻ പോറ്റിയുടെ ശബ്ദവും കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹത്തെ തിരുവിതാംകൂർ രാജാവിൻ്റെ അവിടെ നിന്ന് അദ്ദേഹം രാത്രി 10 മണിക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞ കഥയൊക്കെ നമ്മളതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ അപ്പോൾ ലഘു പൂജയെ നടത്താൻ പാടുള്ളൂ. അവിടെ ഉത്സവം പാടില്ല, പടിപൂജ പോലുള്ള സ്ഥിരമായി പടിപൂജ പാടില്ല, മറ്റ് പൂവിടൽ പോലുള്ള കാര്യങ്ങൾ വളരെ മറ്റ് ക്ഷേത്രങ്ങൾ ചെയ്യുന്നത് പോലെ നിരന്തരം മന്ത്രഘോഷങ്ങളും ബഹളങ്ങളും പാടുള്ളൊരു ക്ഷേത്രമല്ല അത്. മണികണ്ഠൻ ശാസ്താവിൽ ലയിച്ചു നമ്മൾ പറയാറില്ല, വിലയിച്ചു. അതിനുശേഷം ധ്യാനത്തിലിരിക്കുന്നതാണ്. ധ്യാനത്തിലിരിക്കുന്ന ഒരു ചെറുപ്പപ്രായത്തിലുള്ള ഒരാളിനെ ഏറ്റവും കുറച്ച് ശബ്ദവും ബഹളവും ഉത്സവവും ഒക്കെ നടത്താൻ പാടുള്ളൂ. അതുകൊണ്ട് ലഘുപൂജയാണ് അവിടെ നടക്കുന്നത്. 1951 അവിടെ പുനഃപ്രതിഷ്ഠ നടന്നതിന് ശേഷം, അതായത് 50 കത്തി 1 വർഷത്തോടടുത്ത് പുനഃപ്രതിഷ്ഠ നടന്നതിന് ശേഷം അന്ന് പുനഃപ്രതിഷ്ഠ നടത്തുന്ന അന്നൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ആ പ്രതിജ്ഞയിൽ പറയുന്നത് ഈ ലഘു പൂജകൾ മാത്രമേ ഇവിടെ നടത്തുകയുള്ളൂ. ഇവിടെ അല്ലാതെ പടിപൂജ പോലുള്ള ഉത്സവം പോലുള്ള കാര്യങ്ങളൊന്നും നടത്തില്ല.